ഹായ് ഹലോ വെൽക്കം ടു മിൻഡ് ദി റൈറ്റ് ഗൈഡൻസ്. അപ്പൊ എല്ലാവർക്കും മിൻഡ് PSC സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് VFA എക്സാം ഇങ്ങ് അടുക്കുകയാണ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് VFA എക്സാമിന് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ മിൻഡ് PSC കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് എക്സാം അതുപോലെ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചുകളെല്ലാം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ലൈവ് ക്ലാസ്സുകളാണ്. അതിന്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുന്ന PDF നോട്ട്സ് അവൈലബിൾ ആണ്. മെന്റൽ സപ്പോർട്ടും ഫാക്കൽറ്റി സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു ബാച്ച് ആണ്. അപ് ടു എക്സാം വരെ വെറും 799 രൂപ മാത്രമാണ് ഈ ഒരു കോഴ്സിനുള്ളത്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുന്ന ആ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഓക്കെ എങ്കിൽ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഗംഗാ സമതലത്തിന്റെ വടക്കൻ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര ഏതാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ ഏതാണ് ഗംഗാ സമതലത്തിന്റെ വടക്കൻ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര? സിവാലിക് ആണ് അല്ലെ? സിവാലിക് പർവ്വത നിരയാണ്. സിവാലിക് ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാകുന്നുള്ളവരെ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ. ഓക്കെ, അപ്പോൾ സിവാലിക് പർവ്വത നിരയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി പറയുമ്പോൾ ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. അതിലെ ഈ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ കിഴക്കൻ മലനിരകൾ. അപ്പൊ ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതൊക്കെയാണ്? കാരക്കോറും ലഡാക്കും സസ്കറും ഒക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. പിന്നെ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ആണ് അല്ലെ. അപ്പൊ ഈ ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും കഴിഞ്ഞിട്ട് വരുന്നത് ആ ഒരു ഭാഗമാണ് നമ്മുടെ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിവാലിക്ക് കഴിഞ്ഞാണ്. അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഹിമാദ്രി ആണ്. ഹിമാദ്രിയുടെ തൊട്ട് തെക്ക് ഭാഗം എന്ന് പറയുന്നത് എന്താ? ഹിമാചൽ ആണ് അല്ലെ. ഹിമാചലിന്റെ തെക്കായിട്ട് വരുന്ന ഏതാണ്? സിവാലിക് ആണ്. സിവാലിക്കിനും തെക്കായിട്ട് വരുന്ന ഭാഗമാണ്, ഭൂപ്രകൃതി ഭാഗമാണ് നമ്മുടെ ഗംഗാ സമതലം എന്ന് പറയുന്നത്. അപ്പൊ ഗംഗാ സമതലത്തിന്റെ വടക്കൻ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര. അപ്പൊ സിവാലിക്കിന്റെ തെക്ക് ഭാഗമാണ് അപ്പൊ ഗംഗാ സമതലത്തിന്റെ വടക്ക് ഭാഗമായിട്ട് വരുന്ന ഏതാണ്? സിവാലിക് പർവ്വത നിരയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്, സിവാലിക് പർവ്വത നിരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് രാജസ്ഥാൻ സമതലത്തിലെ ഒരു പ്രധാന ഉപ്പ് തടാകം? ഇത് ഏതാണ്? രാജസ്ഥാൻ സമതലത്തിലെ ഒരുപാട് ഉപ്പ് തടാകങ്ങളുണ്ട്. ഇതിൽ ഏതാണ് രാജസ്ഥാൻ സമതലത്തിലെ ഉപ്പ് തടാകം? ഏതാണ്? സാമ്പാർ തടാകമാണ് അല്ലെ. ഓപ്ഷൻ D ആണ്, സാമ്പാർ തടാകമാണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതിലെ ലോഹിത്, മാനസ്, ടീസ്ത, യമുന എന്നിങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത് നമുക്കറിയാം. ലോഹിത്തും മാനസും ടീസ്തയും ഒക്കെ ഏതാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. അതില് യമുന മാത്രമാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത്. അപ്പൊ ഇന്ത്യൻ നദീ വ്യവസ്ഥയെ നമ്മൾ ഹിമാലയൻ നദീ വ്യവസ്ഥയെന്ന് ഉപദ്വീപീയ നദീ വ്യവസ്ഥയെന്ന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹിമാലയൻ നദികൾ നമുക്കറിയാം വർഷം മുഴുവൻ ജലസമൃദ്ധമായിട്ടുള്ള നദികളാണ് അല്ലെ. മഴക്കാലത്താണെങ്കിൽ മഴ കൊണ്ടും അതുപോലെ വേനൽക്കാലത്താണെങ്കിൽ മഞ്ഞുരുകിയും വർഷം മുഴുവൻ ജലസമൃദ്ധമായ നദികളാണ് ഹിമാലയൻ നദികൾ. ഉപദ്വീപീയ നദികളാണെങ്കിൽ മഴയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള നദികളാണ് ഉപദ്വീപീയ നദികൾ. മഴക്കാലത്ത് മാത്രം ജലസമൃദ്ധമായിട്ടുള്ള നദികളാണ് ഉപദ്വീപീയ നദികൾ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ എന്താണ്? പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ്. ഓക്കെ, അതിൽ ഹിമാലയൻ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഏക ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചാൽ സിന്ധു ആണ്, നമ്മുടെ ഇൻഡസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നദികൾ പഠിച്ചു വെക്കുമ്പോൾ അതിന്റെ പോഷക നദികളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ നദികൾ എത്ര കിലോമീറ്റർ വെച്ച് വീതം ഒഴുകുന്നു എന്നൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നദികൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നതിനെ എന്ത് വിളിക്കുന്നു? നദികൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നതാണ് എന്ത് പറയുന്നത്? മിയാൻഡറിങ് എന്ന് പറയുന്നത് അല്ലെ. മിയാൻഡറിങ് ഓപ്ഷൻ B ആണ്, മിയാൻഡറിങ് ആണ്. നദികൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ മിയാൻഡറിങ് എന്ന് വെച്ചാല്?
ഈ മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും നമ്മുടെ SCERT ഒരു ബോക്സ് കിടപ്പുണ്ട് അല്ലെ. എന്താണ്? നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്? നദികൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുവാണ്. നദി ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുമ്പോൾ താഴെ സമതല ഭാഗം അങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? നദികൾ എന്ത് ചെയ്യുന്നു? അവസാദങ്ങൾ വഹിച്ചുകൊണ്ടാണ് അല്ലെ വരുന്നത്. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ എന്ത് ചെയ്യുന്നു? ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും നദികൾ എന്ത് ചെയ്യുന്നു? നദികൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു അല്ലെ. അതിന്റെ ഫലമായി നദി വളഞ്ഞ് പുളഞ്ഞ് ഒഴുകിയിട്ട് എന്ത് സൃഷ്ടിക്കുന്നു? വലയങ്ങൾ സൃഷ്ടിക്കുന്നു, മിയാണ്ടറുകൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെ തുടർച്ചയായ അപരധന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ വളയുന്നു. അപ്പൊ തുടർച്ചയായിട്ടുള്ള ഇങ്ങനെയുള്ള അപരധന നിക്ഷേപണ പ്രക്രിയ മൂലം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ, ഇപ്പൊ ഒഴുക്ക് കുറയുമ്പോഴാണല്ലോ ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഒഴുക്ക് കൂടുന്ന സമയമാകുമ്പോൾ നദി എന്ത് ചെയ്യുന്നു? നദി വീണ്ടും നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളൻ കല്ലുകളും പാറകളും നിറഞ്ഞ നദികൾ അപ്രത്യക്ഷമാവുന്ന സമതല വിഭാഗം ഏതാണ്? ഉരുളൻ കല്ലുകളും പാറകളും നിറഞ്ഞ് നദികൾ അതിന്റെ അടിയിലൂടെ പോകുന്നത് കൊണ്ട് നദികൾ അപ്രത്യക്ഷമായിട്ട് മാറുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തിനെ പറയുന്ന പേര് ഏതാണ്? അത് ഭാബറാണ് അല്ലെ. ഓക്കെ, അതിന്റെ ആൻസർ വരുന്നത് ഭാബറാണ്. അപ്പൊ ഉരുളൻ കല്ലുകളും പാറകളും നിറഞ്ഞ നദികൾ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഉരുളൻ കല്ലുകളും പാറകളും നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്. ആ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ നദികൾ അതിന്റെ അടിയിലൂടെയാണ് ഒഴുകുന്നത്. ആ ഒരു സ്ഥലത്ത് നദികൾ എന്ത് ചെയ്യുന്നു? ഇത് കാരണം, ഈ കല്ലുകളും പാറകളും കാരണം നദികളെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു പ്രദേശത്തിനെ പറയുന്ന പേരാണ് ഭാബർ. ഓക്കെ, അപ്പോ സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഭാബർ. ഈ ഭാബർ എന്ന് വെച്ചാൽ എവിടെയാണ്? സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിന്റെ ഏത് ഭാഗത്താണ്? തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ്. ആ ഒരു പ്രദേശത്തിനെ പറയുന്ന പേരാണ് ഭാബർ. സിവാലിക് മലയാളി വാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ മുതൽ എത്ര കിലോമീറ്റർ വരെയാണ്? 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണിത്. അപ്പൊ സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. സിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പർവ്വത ഭാഗത്ത് നിന്ന് വരുന്ന നദികൾ കൊണ്ടുവരുന്ന, മുകളിൽ നിന്ന് പർവ്വത ഭാഗത്ത് നിന്ന് ഒഴുകിക്കൊണ്ടുവരുന്ന നദികൾ ഒഴുകി വരുമ്പോൾ അവിടെ നിന്ന് നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം, ഈ ഭാബർ എന്ന ആ ഒരു സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. ഓക്കെ, കണ്ടോ, ഇതാണ് ഭാബർ മേഖല എന്ന് പറയുന്നത്. ഇതിൽ എന്താണ്? ഉരുളൻ കല്ലുകളും പാറകളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നദി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല അല്ലെ. നദി അതിന്റെ അടിയിലൂടെയാണ് ഒഴുകുന്നത്. ഈ ഒരു പ്രദേശം നോക്ക്, ഇത് ടെറായി മേഖലയാണ്. ഈ ഭാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ പിന്നീട് എവിടെ പുനർജനിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പിന്നീട് എവിടെ പ്രത്യക്ഷപ്പെടുന്നു? പിന്നീട് അതിനെ നമ്മൾ കാണപ്പെടുന്നത് ടെറായി മേഖലയിലാണ്. പിന്നീട് അതിനെ നമ്മൾ കാണുന്നത്. അപ്പോ ഭാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി. അപ്പൊ ടെറായി എന്ന് വെച്ചാൽ എങ്ങനെയുള്ള പ്രദേശമാണ് ടെറായി? ഈ ഭാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് എന്ത് പറയുന്നത്? ടെറായി എന്ന് പറയും. ഓക്കെ,
അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുവാണ്, നമ്മളിവിടെ കമ്പനി ബോർഡ് LGS മെയിൻസിന് വേണ്ടിയുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ് ടു എക്സാം വരെ 799 രൂപ മാത്രമാണ്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യണേ. ഓക്കെ, അതുപോലെ പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പുതിയ എക്കൽ നിക്ഷേപങ്ങൾ നമുക്കറിയാം എന്താണ്? എക്കൽ നിക്ഷേപങ്ങളെ, ഉത്തര മഹാസമുദ്രത്തിൽ കാണുന്ന എക്കൽ നിക്ഷേപങ്ങളെ പുതിയ എക്കൽ നിക്ഷേപം എന്ന്, പഴയ എക്കൽ നിക്ഷേപം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദർ എന്ന്. അപ്പൊ പുതിയ എക്കൽ മണ്ണ് എന്താണ്? നദിയോട് ചേർന്ന് കിടക്കുന്ന എക്കൽ മണ്ണാണ്. ഫലപുഷ്ടി കൂടിയ എക്കൽ മണ്ണാണ്, അത് ഖാദർ എന്ന് അറിയപ്പെടുന്നു. പഴയ എക്കൽ മണ്ണ് എന്താണ്? ഫലപുഷ്ടി കുറഞ്ഞ എക്കൽ മണ്ണാണ്, അത് നദീതീരത്തോട് കുറച്ച് അകലം മാറിയാണ്, അത് ഫംഗർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദർ ആണ് അല്ലെ. പുതിയത് ഖാദർ ആണ്. ഓക്കെ, ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. അപ്പോൾ ഈ എക്കൽ സമതലങ്ങൾ എവിടെയാണ്? ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഫംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഫംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ഹിമാലയമാണ് അല്ലെ. ഹിമാലയം കഴിഞ്ഞു വരുന്നത് ഭാബർ ആണ്. പിന്നെ ഈ ഉരുളക്കല്ലുകളും പാറകളും നിറഞ്ഞ ഭാബർ, പിന്നെ നമ്മുടെ ചതുപ്പ് നിലമായ നമ്മുടെ ടെറായി, ഭാബർ കഴിഞ്ഞ ടെറായി, അത് കഴിഞ്ഞ് ഇത് നദിയുടെ രണ്ട് വശത്തും കാണുന്നത് ഇതെന്താണ്? നദീതീരത്തോട് ചേർന്ന് കിടക്കുന്നത് ഖാദർ, ഫലപുഷ്ടിയുള്ളത്. ഈ ഖാദർ കഴിഞ്ഞ് നദീതീരത്തോട് കുറച്ച് അകന്നു മാറിയുള്ളത് ഏതാണ്? ഫംഗർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ലൂ ആണ്. ലൂ. അപ്പൊ മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും എങ്ങോട്ടാണ്? ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ഏത് മാസമാണ്? മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായിട്ട് ഉയർത്തുന്നു. ഈ കാറ്റിന്റെ പേരെന്താണ്? ലൂ എന്നാണ് അല്ലെ. ഈ കാറ്റ് അറിയപ്പെടുന്നത് ലൂ എന്നാണ്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായിട്ട് ഉയർത്തുന്നു. അതുപോലെ എന്താണ് ഈ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്? ഒക്ടോബർ ചൂട് എന്താണ്? ഇതിന്റെ ആൻസർ എന്താണ്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്തെ അസ്വസ്ഥമായ കാലാവസ്ഥയാണ് അല്ലെ. അപ്പൊ ഒക്ടോബർ ചൂട് ഏതാണ്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് അനുഭവപ്പെടുന്ന അസ്വസ്ഥമായ കാലാവസ്ഥയാണ് ഒക്ടോബർ ചൂട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗംഗാ സമതലത്തിലെ നിബിഡമായ കണ്ടൽ കാടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗംഗാ സമതലത്തിലെ നിബിഡമായ കണ്ടൽ കാടുകളാണ് സുന്ദർബൻ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സുന്ദർബൻ ആണ്. ഗംഗാ സമതലത്തിലെ നിബിഡമായ കണ്ടൽ കാടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സുന്ദർബൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശൈത്യകാലത്ത് നേരിയ മഴ ലഭിക്കാൻ കാരണമാകുന്നത് ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശൈത്യകാലത്ത് നേരിയ മഴ ലഭിക്കാൻ കാരണമാകുന്നത്. ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു റാബി വിള? നമുക്കറിയാം നമ്മുടെ കാർഷിക കാലങ്ങൾ പറയുമ്പോൾ റാബി ഉണ്ട്, ഖാരിഫ് ഉണ്ട്, സെയ്ദ് ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഖാരിഫ്, റാബി, സെയ്ദിൽ നിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ താഴെ പറയുന്നവ ഏതാണ് ഒരു റാബി വിള? ഏതാണ് റാബി വിള? ഏതാണ്? ഗോതമ്പാണ് അല്ലെ. ഓക്കെ, നമുക്കറിയാം എന്താണ് റാബി എന്നല്ല, ഗോതമ്പ് പോലെയാണ് ഇരിക്കുന്നത്, ഗോതമ്പിന്റെ നിറമാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റാബി വിള ഏതാണ്? ഗോതമ്പാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വേനൽക്കാല വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? വേനൽക്കാല വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിള ഏതാണ്? അത് സെയ്ത് വിളയാണ് അല്ലെ, സെയ്ത് വിളയാണ്. ഓക്കെ, അപ്പോ കാർഷിക കാലങ്ങൾ ഖാരിഫിന്റെ സമയം എന്നാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അല്ലെ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ്. ഇതെന്താണ്? പ്രധാന വിളകൾ ഏതാണ്? അത് ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര, ഇതൊക്കെ ഏത് വിളയാണ്? ഖാരിഫാണ്. അപ്പൊ ഖാരിഫിന്റെ കാലഘട്ടം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, പിന്നെ ഏതാണ്? ബജ്രയും തുവരയും ഒക്കെ ഏത് വിളയാണ്? പ്രധാന ഖാരിഫ് വിളയാണ്. പിന്നെ റാബിയുടെ സമയം എന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. റാബിയുടെ കാലഘട്ടം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അത് മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ്. റാബി വിള ഏതാണ്? മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പും പയറുവർഗ്ഗങ്ങളും കടുക് വർഗ്ഗങ്ങളും ബാർലിയും ഒക്കെ എന്താണ്? റാബി വിളയാണ്. അപ്പൊ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് റാബി വിള. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായ എന്താണ്? പ്രധാനപ്പെട്ട റാബി വിളയാണ്. പിന്നുള്ളത് സെയ്ദ് ആണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് സെയ്ദ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ തുടങ്ങിയൊക്കെ പ്രധാന സെയ്ദ് വിളയാണ്. അപ്പൊ പച്ചക്കറികൾ, പഴങ്ങൾ, കാലിത്തീറ്റ തുടങ്ങിയൊക്കെ എന്താണ്? പ്രധാന സെയ്ദ് വിളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗമായി കണക്കാക്കുന്ന ഏതിനാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗമായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ് അല്ലെ. ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗമായിട്ട് കണക്കാക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം ചോദിച്ചാൽ എത്രയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും നിരപ്പാർന്നതുമായ അതിവിശാലമായ ഭൂപ്രദേശത്തെ പറയുന്ന പേരാണ് പീഠഭൂമി അല്ലെ. അപ്പൊ ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും നിരപ്പാർന്നതുമായ അതിവിശാലമായ ഭൂപ്രദേശമാണ് പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ കേന്ദ്രം എവിടെയാണ്? റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാനമായ ആവാസ കേന്ദ്രം നമ്മുടെ ഈ സുന്ദർബൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, സുന്ദർബൻ ആണ്. റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ കേന്ദ്രം ഏതാണ്? സുന്ദർബൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പഴയ എക്കൽ നിക്ഷേപം അറിയാം, പുതിയ എക്കൽ നിക്ഷേപം നമ്മൾ പറഞ്ഞല്ലേ. പുതിയ എക്കൽ നിക്ഷേപം ഏതാണ്? ഖാദർ എന്നും അതുപോലെ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേരെന്താണ്? ഫംഗർ എന്നറിയപ്പെടുന്നു. പഴയ എക്കൽ നിക്ഷേപം ഫംഗർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും വസിക്കുന്നത് എവിടെയാണ്? ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും വസിക്കുന്നത്? ഉത്തരേന്ത്യൻ സമതലത്തിലാണ് അല്ലെ. ഉത്തരേന്ത്യൻ സമതലം ജനജീവിതത്തിന് വളരെ നല്ലതാണ്. കൃഷിയും അതുപോലെ ജലലഭ്യത, നല്ല കാലാവസ്ഥ, അതുപോലെ നിരപ്പാർന്ന ഭൂപ്രകൃതി ഒക്കെയാണ് ഈ ഉത്തര മഹാസമതല പ്രദേശത്തിന്. പിന്നീട് മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെ വസിക്കുന്ന എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിലാണ്. കാരണം അവിടെ റോഡും റെയിലും ഒക്കെ ഗതാഗതം വളരെ അനുയോജ്യമായ ഒരു പ്രദേശമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വ്യവസായവൽക്കരണം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് അനുയോജ്യമായ പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലം. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ രൂപപ്പെടാൻ കാരണമായ പ്രധാന നദികൾ ഏതൊക്കെയാണ്? നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദിയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് രൂപപ്പെടാൻ കാരണമായ പ്രധാന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ആകൃതി. ഏതാകൃതിയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഏതാണ്? ത്രികോണാകൃതിയാണ്. ത്രികോണ ആകൃതിയാണ്. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. 600 to 900 ആണ്. 900 മീറ്റർ വരെ ഉയരമുണ്ട്. പിന്നെ വിശാലമായ പീഠപ്രദേശങ്ങളിലും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗം ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ ഒരു പേരിന് ആധാരം. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗം ഉൾപ്പെടുന്ന ഏതാണ്? ഈ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു പേര് അതിന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? നമ്മുടെ ആനമുടിയാണ് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിര. ഓക്കെ, അപ്പൊ പശ്ചിമഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ്? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം എത്ര കിലോമീറ്റർ നീളത്തിലാണ്? 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം എങ്ങനെയാണ്? ഉയരം കൂടി വരുന്നു. ഓക്കെ, അപ്പൊ ഈ പശ്ചിമഘട്ടത്തിന് വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തില് പശ്ചിമഘട്ടത്തിന്റെ ഉയരം എന്താണ്? ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടിക്ക് എത്ര മീറ്റർ ആണ് ഉയരം? 2695 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. ആനമുടി പശ്ചിമഘട്ടത്തിലെ എവിടെയാണ്? ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഉയരം 2695 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഓക്കെ, അപ്പൊ കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട നിരക്ക് കർണാടക, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി എന്നാണ് പേര്. അപ്പൊ കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട നിരക്ക് കർണാടകം, തമിഴ്നാട് ആ ഒരു ഭാഗത്തെ പേരെന്താണ്? നീലഗിരി എന്നാണ് പേര്. മഹാരാഷ്ട്രയിൽ അതിന്റെ പേര് സഹ്യാദ്രി എന്നാണ് മഹാരാഷ്ട്രയിലെ പേര്. അപ്പൊ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ ദോഡാബെട്ട. ദോഡാബെട്ട എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഏത് മലനിരയിലാണ്? നീലഗിരിയിലാണ് ദോഡാബെട്ട. ദോഡാബെട്ടയുടെ എത്ര മീറ്റർ ആണ് ദോഡാബെട്ടയുടെ ഉയരം? 2637 മീറ്റർ ആണ്. ദോഡാബെട്ടയുടെ ഉയരം എത്രയാണ്? 2637 മീറ്റർ ആണ്. ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് ദോഡാബെട്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ ഡ്രാപ്പ് മേഖല രൂപപ്പെട്ടിരിക്കുന്നത് ഏത് തരം ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ്? ഏതാണ്? ബസാൾട്ട് ശിലകൾക്കാണ് അല്ലെ. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെട്ടതാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് മേഖല രൂപപ്പെട്ടിരിക്കുന്നത് ഏത് തരം ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ്? ബസാൾട്ട് ശിലകൾക്കാണ്. ഓക്കെ, കറുത്ത മണ്ണ് രൂപീകൃതമാവുന്ന നമുക്കറിയാം. ഏതാണ്? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് രൂപീകൃതമായിരിക്കുന്നത് അല്ലെ. അപ്പൊ കറുത്ത പരുത്തി മണ്ണ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ചെർണോസം, റിഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ഈ കറുത്ത മണ്ണാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു വിഭവ ശേഖരമുള്ള ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് പീഠഭൂമിയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു വിഭവ ശേഖരമുള്ള ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏത് പീഠഭൂമിയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്.
ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹ ധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. അപ്പൊ ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും അതുപോലെ ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹ ധാതുക്കളും ഈ മേഖലയെ എന്ത് ചെയ്യുന്നു? ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ ഒരു പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഓക്കെ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പ്രധാന ഉപദ്വീപീയ നദികൾ അല്ലെ. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. എത്ര കിലോമീറ്റർ നീളമാണ്? 1465 കിലോമീറ്റർ ആണ് നീളം. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ നീളമാണ്. ഈ വൃഷ്ടി പ്രദേശം എത്രയാണ്? 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടി പ്രദേശ വിസ്തൃതിയുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. അപ്പൊ ഗോദാവരിയുടെ പേരെന്താണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടി പ്രദേശമാണ് ഈ ഗോദാവരിക്കുള്ളത്. ഈ ഗോദാവരി അറിയപ്പെടുന്ന പേരെന്താണ്? ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3 സ്ഥാനത്തുള്ളത്. അപ്പൊ ഗോദാവരി കഴിഞ്ഞ എന്താണ്? കൃഷ്ണ, കാവേരി. അപ്പൊ കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലുപ്പത്തിൽ, ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ളത് കൃഷ്ണ, കാവേരി നദികളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചമ്പൽ നദിയുടെ അപരദനം മൂലമുണ്ടാകുന്ന റവൈനുകൾ ഏത് തരം ഭൂപ്രകൃതിക്ക് ഉദാഹരണമാണ്? ചമ്പൽ നദിയുടെ അപരദനം മൂലമുണ്ടാകുന്ന റവൈനുകൾ ഏത് തരം ഭൂപ്രകൃതിക്ക് ഉദാഹരണമാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബാഡ്ലാൻഡ് ടോപ്പോഗ്രാഫി. ബാഡ്ലാൻഡ് ടോപ്പോഗ്രാഫിക്ക് ഉദാഹരണമാണ് ചമ്പൽ നദിയുടെ അപരദനം മൂലമുണ്ടാകുന്ന റവൈനുകൾ. ഓക്കെ, അപ്പോ ചമ്പൽ ഇതാണ് ചമ്പൽ റവൈനുകൾ. അപ്പോ മാൾവ പീഠഭൂമിയുടെ വടക്ക് ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. അപ്പൊ റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. അപ്പൊ ഏതാണ്? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് അതിന്റെ തുടർച്ചയായ അപരദന പ്രക്രിയയിലൂടെ ചാലുകൾ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. അപ്പൊ ഇത്തരം റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫലമായ ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിലെ അപ്പോ കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുമ്പോൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണ് ഏത് മണ്ണാണ്? കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുമ്പോൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണ് ഏത് മണ്ണെന്നാണ് ക്വസ്റ്റ്യൻ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണ് അല്ലെ. ഒരു 44-45% ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? അലുവിയൽ സോയിൽ ആണ് അല്ലെ, എക്കൽ മണ്ണാണ്. ഓക്കെ, അതുപോലെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്, കറുത്ത പരുത്തി മണ്ണാണ്. അപ്പൊ ഈ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഡെക്കാൻ റാപ്പ് റീജിയനിലാണ്. കേരളത്തിലാണെങ്കിൽ അത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുമ്പോൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണ്. ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ എങ്കിൽ അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. നമുക്ക് എക്സാമിന് VFA എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആ ഒരു കുറച്ച് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ നല്ല രീതിയിൽ കണ്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഓക്കെ എങ്കിൽ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ ഇവിടെ മിന്റ് PSCയില് കമ്പനി ബോർഡ് LGS മെയിൻസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ സെക്രട്ടേറിയറ്റോടെ ബാച്ചും എല്ലാ ബാച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് വെറും 799 രൂപയാണ്. പരീക്ഷ എക്സാം വരെയാണ്. എല്ലാ ലൈവ് ക്ലാസ് ആണ്. ലൈവിന്റെ റെക്കോർഡ് സെഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ എല്ലാ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മെന്റർ സപ്പോർട്ട്, ഫാക്കൽറ്റി സപ്പോർട്ട് ഒക്കെ ഉള്ള ഒരു ബാച്ചാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ബാച്ച് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ എങ്കിൽ ഓക്കെ, താങ്ക് യു.